ഇന്ന് നമ്മൾ LTE ടെക്നോളജിയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. LTE which stands for Long Term Evolution Network, which is a 4G network. The main aim of LTE is high mobility. So for high mobility, we have to reduce the complexity of the network. So reducing the complexity of network means by reducing the number of nodes of the network. So what are the number of nodes? We can compare with both the technologies like 2G and 3G. നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഡാറ്റ സർവീസ് ആണ്. സോ നമ്മളിവിടെ GPRSൻ്റെ ആർക്കിടെക്ചറാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മൊബൈൽ സ്റ്റേഷനുണ്ട്, ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം ഉണ്ട്, നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റം ഉണ്ട്, എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ഉണ്ട്. ഇത് 3Gയുടെ ആർക്കിടെക്ചറാണ്. ഇവിടെയും ഒരു യൂസർ എക്യുപ്മെൻ്റ് ഉണ്ട്, ഒരു യൂട്രാൻ ഉണ്ട്, ഒരു CN ഉണ്ട്, എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെ മൊബൈൽ സ്റ്റേഷൻ ഡയറക്റ്റ്ലി കണക്റ്റഡ് വിത്ത് BTS കണക്റ്റഡ് വിത്ത് BSC വിത്ത് SGSN, GGSN ആൻഡ് എക്സ്റ്റേണൽ നെറ്റ്വർക്ക്. അതായത് എൻഡ് യൂസറിനും എക്സ്റ്റേണൽ നെറ്റ്വർക്കിനും ഇടയ്ക്ക് 4 നോഡ്സ് ആണുള്ളത്. ഇനി 3G നോക്കാം. 3Gയും സിമിലർ ആണ്. യൂസർ എക്യുപ്മെൻറ്റ് ഡയറക്റ്റ്ലി കണക്റ്റഡ് വിത്ത് നോഡ് B, RNC, SGSN, GGSN, എക്സ്റ്റേണൽ നെറ്റ്വർക്ക്. അതായത് യൂസർ എക്യുപ്മെൻറ്റിനും എൻഡ് യൂസറിനും എക്സ്റ്റേണൽ നെറ്റ്വർക്കിനും ഇടയ്ക്ക് 4 നോഡ്സ് ഇവിടെയുണ്ട്. 2Gയിൽ നിന്ന് 3Gയിലോട്ട് വന്നപ്പം കോർ നെറ്റ്വർക്ക് സെയിം ആണ്. ഡിഫറൻസ് വന്നത് റേഡിയോ ആക്സസ് നെറ്റ്വർക്കിൽ മാത്രമാണ്. ഇവിടെ നമുക്ക് റേഡിയോ ആക്സസ് 2Gയിൽ യൂസറിനെ ഡയറക്റ്റ്ലി കണക്റ്റഡ് വിത്ത് BTS, BSC. ഇവിടെ യൂസർ ഡയറക്റ്റ്ലി കണക്റ്റഡ് വിത്ത് നോഡ് B ആൻഡ് നോഡ് B വിത്ത് RNC. സോ യൂസറിനെ കൺട്രോൾ ചെയ്യാൻ BTS ഉണ്ട്, BTSനെ കൺട്രോൾ ചെയ്യാൻ BSC ഉണ്ട്. ഇവിടെ യൂസറിനെ കൺട്രോൾ ചെയ്യാൻ നോഡ് B ഉണ്ട്, നോഡ് Bയെ കൺട്രോൾ ചെയ്യാൻ RNC ഉണ്ട്. സോ നമ്മൾ 3Gയിൽ നിന്ന് 4Gയിലോട്ട് പോകുമ്പം ഈ 2 കൺട്രോളർ, ഒരു റേഡിയോ ആക്സസ് നെറ്റ്വർക്കിലുള്ള 2 കൺട്രോളർ എന്നുള്ളത് നമ്മൾ ഒരു കൺട്രോളറായിട്ട് കുറയ്ക്കും. കാരണം നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഹൈ മൊബിലിറ്റിയാണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു 4G ടെക്നോളജിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഹൈ മൊബിലിറ്റിയാണ്. സോ ഫോർ ഹൈ മൊബിലിറ്റി there should be faster handovers. If our main aim is providing internet connectivity in faster way, that means we should provide fast handovers. സോ നമ്മൾ 2 കൺട്രോളർ എന്നുള്ളത് 3Gയിൽ നിന്ന് 4Gയിലോട്ട് വരുമ്പം ഒരു കൺട്രോളറായിട്ട് കുറയും. ഇതാണ് LTEയുടെ ആർക്കിടെക്ചർ. ഇവിടെ ഒരു യൂസർ എക്യുപ്മെൻ്റ് ഉണ്ട്. ഇവിടെ എല്ലാം പുതിയതാണല്ലോ. സോ യൂട്രാൻ 3Gയിലെ യൂട്രാൻ എന്നുള്ളത് ഇവിടെ ഇവോൾവ്ഡ് യൂട്രാൻ ആവും. ദെൻ EPC, ഇവോൾവ്ഡ് പാക്കറ്റ് കോർ, ദെൻ എക്സ്റ്റേണൽ നെറ്റ്വർക്ക്. യൂസർ എക്യുപ്മെൻറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് മോഡ്യൂൾസ്: മൊബൈൽ ടെർമിനേഷൻ, ടെർമിനൽ എക്യുപ്മെൻറ്റ്, സിമ്മിനകത്ത് യൂസർ ഫോൺ നമ്പർ, ഹോം നെറ്റ്വർക്ക് ഐഡൻറ്റിറ്റി, സെക്യൂരിറ്റി കീസ്. ദെൻ ഇവോൾവ്ഡ് യൂട്രാൻ, അതായത് എൻഡ് യൂസർ എയർ ഇൻ്റർഫേസ് വഴി ഈ യൂട്രാനുമായിട്ട് കണക്ട് ചെയ്തു. ദെൻ EPC. ഇവിടെ ഈ യൂട്രാനിൽ നമ്മൾ യൂട്രാനിൽ കണ്ടു 3Gയിൽ നോഡ് B ആയിരുന്നു. ഇവിടെ അത് ഇവോൾവ്ഡ് നോഡ് B ആയി. ഇനി ഇവോൾവ്ഡ് നോഡ് Bയുടെ ഫങ്ഷണാലിറ്റീസ് നോക്കാം. ഷെഡ്യൂളിംഗ് ആൻഡ് ഡൈനാമിക് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ടു യൂസർ എക്യുപ്മെൻറ്റ് ആഫ്റ്റർ എവറി 1 millisecond. സ്റ്റേറ്റ് ട്രാൻസിഷൻ ഫ്രം ഐഡിൽ മോഡ് ടു കണക്റ്റഡ് മോഡ് ആൻഡ് വൈസ് വേഴ്സ. Controlling the mobility of the user equipment in connected mode. Buffering of data at handovers. admission and congestion control.
ഇതാണ് ഇവോൾവ്ഡ് പാക്കറ്റ് കോർ. ഇതിനകത്ത് EUTRAN ഉണ്ട്, മൊബിലിറ്റി മാനേജ്മെൻറ്റ് എൻറ്റിറ്റി ഉണ്ട്, സെർവിങ് ഗേറ്റ്വേ ഉണ്ട്, പാക്കറ്റ് ഡാറ്റ നെറ്റ്വർക്ക് ഗേറ്റ്വേ ഉണ്ട്, ഹോം സബ്സ്ക്രൈബർ സെർവർ ഉണ്ട്, എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ഉണ്ട്. Mobility Management Entity, which is similar to VLR in GSM, authentication, authorization, PDN gateway and serving gateway selection. Then HSS, Home Subscriber Server, similar to HLR in GSM. It is a central database that contains information about network operator subscribers. Serving gateway, പാക്കറ്റ് റൗട്ടിംഗ് ആൻഡ് ഫോർവേഡിങ്. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ S5 S8 ആണ്. ഇതാ S8 S5 രണ്ട് ഇൻ്റർഫേസാണ് വരുന്നത്. ദെൻ പാക്കറ്റ് ഡാറ്റ നെറ്റ്വർക്ക് ഗേറ്റ്വേ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഔട്ട്സൈഡ് വേൾഡ് യൂസിങ് SDI ഇൻ്റർഫേസ്. ഡീപ് പാക്കറ്റ് ഇൻസ്പെക്ഷൻ, lawful interception, user equipment, IP address allocation. ഇനി LTEയുടെ അഡ്വാൻറ്റേജസ് നോക്കാം. LTE is mainly aimed at meeting the high demand for data access over wireless networks. These includes applications such as online gaming with multimedia, mobile TV, broadband content streaming such as videos, movies, etc. LTEയുടെ ഫീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, ബിൽറ്റ് ഫോർ ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് വയർലെസ് ആക്സസ്, ഹൈ സ്പെക്ട്രൽ എഫിഷ്യൻസി, വെരി ഹൈ ഡാറ്റ റേറ്റ്സ്, സപ്പോർട്ട് ടൈം ഡിവിഷൻ ഡ്യൂപ്ലെക്സിംഗ് ആൻഡ് ഫ്രീക്വൻസി ഡിവിഷൻ ഡ്യൂപ്ലെക്സിംഗ്, bandwidth scalability, it support multiple advanced antenna processing, easy to integrate with existing internet based service infrastructure. Quality of service aspects ensure strict quality of service compliance with all services such as video quality, voice quality, delay and latency in video streaming, seamless roaming over existing 2G and 3G, which means backward compatibility.